ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ എല്ലാവർക്കും? എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയാണല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നിന്നേ. എല്ലാവരും കണ്ണുകൾ അടച്ച് നിൽക്കുക. നമുക്ക് കുരിശ് വരയ്ക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയെ, ഈശോ ഞങ്ങൾ അങ്ങേ ഒരുപാട് സ്നേഹിക്കുന്നു. ഈശോയെ, ഇന്നേ ദിവസം ഞങ്ങൾക്ക് തന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ ക്ലാസ്സിലൂടെ അങ്ങയെക്കുറിച്ച് വീണ്ടും കൂടുതലായി അറിയുവാനും ചിന്തിക്കുവാനും പഠിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. എല്ലാവരും ഇരുന്നോ കേട്ടോ. അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്തുതി കൊടുക്കണം അല്ലേ? എല്ലാവരും ഒന്ന് വേഗം എഴുന്നേറ്റ് പപ്പയ്ക്കും അമ്മയ്ക്കും അപ്പാപ്പയ്ക്കും അമ്മാമ്മയ്ക്കും ഒന്ന് സ്തുതി കൊടുത്തേ. സ്തുതി കൊടുത്തോ എല്ലാവരും? ഈശോയ്ക്കും സ്തുതി കൊടുത്തോ? എല്ലാവരും സ്തുതിയൊക്കെ കൊടുത്തിട്ട് ഇരിക്കുകയാണല്ലേ? നല്ല മിടുക്കന്മാരും മിടുക്കികളുമാണ് കേട്ടോ നിങ്ങളെല്ലാവരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? പാപബോധത്തെക്കുറിച്ചായിരുന്നല്ലേ നമ്മൾ പഠിച്ചത്. അതിന് മുമ്പ് ചോദിക്കട്ടെ, പ്രവർത്തനം തന്നിരുന്നു, എല്ലാവരും എഴുതിയോ? എഴുതിയെല്ലാം ടീച്ചറിന് അയച്ചു കൊടുത്തോ? എല്ലാവരും ചെയ്തിട്ടുണ്ടല്ലേ? നല്ല മിടുക്കന്മാരാണ് കേട്ടോ നിങ്ങളെല്ലാവരും, മിടുക്കരാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ദൈവം സ്നേഹമാണെന്നല്ലേ? ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ദൈവം സ്നേഹമാണെന്ന് പഠിച്ചു. എന്താണ് പാപം എന്ന് പഠിച്ചു അല്ലേ? പാപം എത്ര വിധം ഉണ്ടെന്ന് പഠിച്ചു. എത്ര വിധമുണ്ട് പാപം? ഒന്ന് പറഞ്ഞേ എല്ലാവരും. 2 വിധം ഉണ്ടല്ലേ? ഒരു കാര്യം ചെയ്യും, ഒരാളോട് ചോദിക്കാം. മരിയ ഒന്ന് പറഞ്ഞേ, എത്ര വിധത്തിലാണ് പാപമുള്ളത്? 2 വിധത്തിൽ. ഏതൊക്കെയാണ്? ഉത്ഭവ പാപം, കർമ്മപാപം. ഇനി ഇതുപോലെ തന്നെ കർമ്മപാപം വീണ്ടും 2ആയിട്ട് തിരിച്ചിട്ടുണ്ടല്ലേ? അതേതൊക്കെയാണ്? സ്നേഹം ഒന്ന് പറഞ്ഞേ. മാരകപാപം, ലഘുപാപം അല്ലേ? അപ്പോൾ മാരകപാപവും ലഘുപാപവും ഈ പേരിൽ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായല്ലേ? ഉത്ഭവപാപം നമ്മുടെ ആദിമാതാപിതാക്കന്മാരുടെ പാപത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് വന്നതാണെന്ന് നമ്മൾ പഠിച്ചു. കർമ്മപാപം നമ്മുടെ സ്വന്തം അല്ലേ മനസ്സോടും അറിവോടും കൂടെ ചെയ്യുന്ന ദൈവപ്രമാണങ്ങളുടെയും തിരുസഭാ കൽപ്പനകളുടെയും ലംഘനമാണ് കർമ്മപാപം എന്ന് പഠിച്ചു. കർമ്മപാപം വീണ്ടും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ? മാരകപാപം, ലഘുപാപം. മാരകപാപം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്വന്തം അറിവോടും സമ്മതത്തോടും കൂടെ ചെയ്യുന്ന പാപമാണ് മാരകപാപം. ഘനമായ ലംഘനമാണ് മാരകപാപം. ഈ മാരകപാപം ചെയ്താൽ നമുക്ക് നിത്യജീവനുള്ള അവകാശം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് അതിനെ മാരകപാപം എന്ന് പറയുന്നത് അല്ലേ? സ്വർഗത്തിനുള്ള അവകാശം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അതിനെ മാരകപാപം എന്ന് പറയുന്നു. ലഘുപാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ലഘുവായിട്ടുള്ള ലംഘനം അല്ലേ? എന്താണ്, നമ്മൾ അറിവോട് സമ്മതം നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന പാപങ്ങളുണ്ട്. അതാണ് ലഘുവായിട്ടുള്ള പാപം, ലഘുപാപം. ഇനി പാപം ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ തകർന്നു പോകുമെന്ന് നമ്മൾ പറഞ്ഞല്ലേ? ആരൊക്കെയായിട്ടുള്ള ബന്ധങ്ങളാണ് തകർന്നു പോകുന്നത്? ദൈവവുമായിട്ടുള്ള ബന്ധം, സഭയോടുള്ള ബന്ധം, സഹജീവികളോടുള്ള ബന്ധം, സമൂഹത്തോടുള്ള ബന്ധം, അതുപോലെ തന്നെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം. ഈ നമ്മൾ പാപം ചെയ്തു കഴിയുമ്പോൾ ഈ ബന്ധങ്ങൾ തകർന്നു പോകും. ഈ ബന്ധങ്ങൾ നവീകരിക്കാനായിട്ട് അല്ലേ, എല്ലാവരോടും കൂടെ നമ്മൾ കൂട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈശോ സ്ഥാപിച്ച കൂദാശയാണ് എന്ത്? നമ്മൾ പഠിച്ചു അല്ലേ? എന്താണ്? അനുരഞ്ജനം എന്ന കൂദാശ. അനുരഞ്ജനം എന്ന കൂദാശ ഈശോ സ്ഥാപിച്ചുകൊണ്ടത് ആരെയാണ് ഏൽപ്പിച്ചത്? അപ്പസ്തോലന്മാരെയാണ് ഏൽപ്പിച്ചത് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതൊക്കെ നമ്മൾ പഠിച്ചു. ഒരു ദൈവവചനം നമ്മൾ പഠിച്ചു. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ, മനസ്സിലാക്കാൻ പോകുന്നത് അനുരഞ്ജനം എന്ന കൂദാശയുടെ ഫലങ്ങളെക്കുറിച്ചാണ് അല്ലേ? നമ്മൾ പാപം ചെയ്ത് നമ്മൾ പാപമോചനം നേടിക്കഴിയുമ്പോൾ നമ്മളിലേക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ, എന്തൊക്കെ ഫലങ്ങളാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കുമ്പസാരിച്ചു കഴിയുമ്പോൾ, പാപമോചനം നേടിക്കഴിയുമ്പോൾ നമുക്ക് ആദ്യമേ തന്നെ എന്ത് കിട്ടും? നമ്മുടെ പാപങ്ങളെല്ലാം മോചിക്കപ്പെടും അല്ലേ? നമ്മൾ കുമ്പസാരിക്കാൻ വേണ്ടി പോകുന്നു നമ്മൾ പറഞ്ഞല്ലേ? നമ്മുടെ പപ്പയും അമ്മയൊക്കെ കുമ്പസാരിക്കാൻ വേണ്ടി പോകുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ? അപ്പോൾ ഈ വൈദികൻ്റെ അടുത്താണ് കുമ്പസാരിക്കാൻ വേണ്ടി പോകുന്നത്.
ഈ വൈദികൻ അവിടെ ഇരിക്കുമ്പോൾ ഈ വൈദികൻ്റെ സ്ഥാനത്ത് നമ്മൾ നേരിട്ട് എന്ന് നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ആ വൈദികൻ്റെ സ്ഥാനത്ത് ആരാണ് അവിടെ ഇരിക്കുന്നത്? നിങ്ങൾക്കറിയാമോ? ഈശോയാണല്ലേ വൈദികൻ്റെ സ്ഥാനത്ത് അവിടെ ഇരിക്കുന്നത്. ഈശോയാണ്. ശരിക്കും ഈശോയോടാണ് നമ്മൾ പാപങ്ങളെല്ലാം ഏറ്റുപറയുന്നതും നമുക്ക് പാപമോചനം നൽകുന്ന വൈദികനിലൂടെ നമുക്ക് പാപമോചനം നൽകുന്നത് ആരാണ്? ഈശോയാണ് നമുക്ക് പാപമോചനമൊക്കെ നൽകുന്നത്. അപ്പോൾ ഈ പാപം മോചിച്ചു കഴിയുമ്പോൾ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ പാപം മോചിച്ചു കഴിയുമ്പോൾ നമ്മൾ കുറേ ബന്ധങ്ങളൊക്കെ തകർന്നു പോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ. നമ്മൾ പാപം ചെയ്തു കഴിയുമ്പോൾ ഈ ബന്ധങ്ങളെല്ലാം നവീകരിക്കപ്പെടും. സഭയോടും ദൈവത്തോടും അയൽക്കാരോടുള്ളൊക്കെ ബന്ധമെല്ലാം നമ്മൾ നവീകരിക്കപ്പെടും അല്ലേ. ഈശോ ക്ഷമിക്കുന്ന സ്നേഹമാണ്, കാരുണ്യമുള്ള സ്നേഹമാണ്. ഈ ക്ഷമിക്കുന്ന സ്നേഹവും കാരുണ്യവും ഈ അനുരഞ്ജനം എന്ന കൂദാശയിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ പാപം മൂലം നമുക്ക് നഷ്ടപ്പെട്ടു പോയ നിത്യജീവൻ അല്ലേ, സ്വർഗത്തിനുള്ള അവകാശം നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഈ നിത്യജീവനുള്ള ഈ അവകാശം നമ്മളിലേക്ക് തിരിച്ചു വരും അല്ലേ. അനുരഞ്ജനം എന്ന കൂദാശയിലൂടെ പാപം മോചിക്കും, നിത്യജീവനുള്ള അവകാശം നമുക്ക് തിരിച്ചു കിട്ടും. നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെല്ലാം നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ രക്ഷയുടെ പാതയിൽ നിന്ന് നാശത്തിൻ്റെ പാതയിലേക്ക് നമ്മൾ റൂട്ട് മാറിപ്പോകും അല്ലേ. നമ്മൾ രക്ഷയുടെ പാതയിൽ നിന്ന് നാശത്തിൻ്റെ പാതയിലേക്ക് നമ്മൾ മാറിപ്പോകും. അപ്പോൾ പാപമോചനം വഴി ഈ പാത അല്ലേ രക്ഷയുടെ പാതയിലേക്ക് നമ്മൾ തിരിച്ചു വരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അനുരഞ്ജനം എന്ന കൂദാശയിലൂടെ എന്തൊക്കെയാണ് നമ്മൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ? പാപം മോചിക്കപ്പെടുന്നു, നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെല്ലാം നമ്മൾ വീണ്ടും കോർത്തിണക്കാൻ പറ്റുന്നു അല്ലേ, നവീകരിക്കാൻ പറ്റുന്നു. ദൈവത്തോടും സഭയോടും സഹോദരങ്ങളോടും ഉള്ള ബന്ധങ്ങളെല്ലാം നമുക്ക് നവീകരിക്കപ്പെടുന്നു. നിത്യജീവനുള്ള അവകാശം നമുക്ക് തിരികെ കിട്ടുന്നു. അല്ലേ ദൈവപിതാവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹവും കാരുണ്യവും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ നാശത്തിൻ്റെ പാതയിൽ നിന്ന് രക്ഷയുടെ പാതയിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ അനുരഞ്ജനം എന്ന കൂദാശയിലൂടെ കുമ്പസാരത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് ഇതെല്ലാം. നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാവിനെ, ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. ഇനി ഇതുപോലെ തന്നെ ഇപ്പോൾ കുമ്പസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ നമ്മൾ പഠിച്ചല്ലേ. നിങ്ങളിപ്പോൾ 4ാം ക്ലാസ്സിലാണല്ലോ. നിങ്ങളിനി അടുത്ത് തന്നെ കുമ്പസാരിക്കാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനൊക്കെ നിങ്ങൾ തയ്യാറാകും. അപ്പോൾ ഈ കുമ്പസാരം എങ്ങനെയാണ് കുമ്പസാരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ കണ്ടിട്ടുണ്ട്, കുമ്പസാരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനൊരു രീതിയുണ്ട്, അതിന് ചില ഘട്ടങ്ങളുണ്ട്. ആ രീതി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നല്ല കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ ബാക്കിൽ കുമ്പസാരത്തിനുള്ള ജപം നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാവരും ഒന്ന് നോക്കിക്കൊള്ളണം. നമ്മൾ എന്തായാലും നമുക്ക് കുമ്പസാരിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട പ്രാർത്ഥനയാണത് കുമ്പസാരത്തിനുള്ള ജപം. നമ്മൾ കുമ്പസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ പ്രാർത്ഥന പഠിച്ച് അത് ദൈവത്തിനോട് നമ്മൾ മാപ്പ് അപേക്ഷിക്കുകയാണ് നമ്മുടെ പാപങ്ങളെ പ്രതി. ആ പ്രാർത്ഥന എല്ലാവരും ഒന്ന് പഠിക്കണം കേട്ടോ. അതെല്ലാവരും ബാക്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുണ്ട്, എല്ലാവരും ഒന്ന് നോക്കണം. അപ്പോൾ നമ്മൾ കുമ്പസാരിക്കാനായിട്ട് ചെയ്യേണ്ട രീതി അല്ലേ, കുമ്പസാരിക്കാൻ പോകുന്നതിന് വേണ്ട രീതിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ, നമ്മൾ പാപം ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ കുമ്പസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പാപങ്ങൾ നമ്മൾ ഓർക്കണം, ക്രമമായിട്ട് ഓർക്കണം. ക്രമമായിട്ട് ഓർത്ത് അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കണം, ദൈവത്തിനോട് മാപ്പ് അപേക്ഷിക്കണം. അതിനുശേഷം നമ്മൾ പള്ളിയിൽ ചെന്ന് പാപങ്ങളെല്ലാം ഓർത്ത് നമ്മൾ വൈദികൻ്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് വൈദികൻ്റെ അടുത്ത് കുമ്പസാരത്തിനുള്ള ജപം ചൊല്ലിയതിന് ശേഷം, നമ്മൾ ടീച്ചർ ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലേ കുമ്പസാരത്തിനുള്ള ജപം പഠിക്കണം എന്ന്. അപ്പോൾ കുമ്പസാരത്തിനുള്ള ജപം ചൊല്ലിയതിന് ശേഷം നമ്മുടെ പാപങ്ങൾ വൈദികൻ്റെ അടുത്ത് ഏറ്റുപറഞ്ഞ് പ്രായശ്ചിത്തം പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് അതിനുവേണ്ടി പ്രായശ്ചിത്തം ചെയ്യണം. അപ്പോൾ വൈദികൻ്റെ അടുത്ത് നമ്മൾ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു, കുമ്പസാരത്തിലുള്ള ജപം ചൊല്ലി വൈദികൻ്റെ അടുത്ത് പാപങ്ങളെയൊക്കെ ഏറ്റുപറഞ്ഞു. വൈദികൻ നമുക്ക് പ്രായശ്ചിത്തം നൽകി, നമ്മളത് പ്രായശ്ചിത്തം ചെയ്യണം. അതിനു മുമ്പ് മനസ്താപ പ്രകരണവും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം നമുക്കിതിൽ 2 പ്രാർത്ഥനകൾ പ്രത്യേകമായിട്ട് പഠിക്കണം. കുമ്പസാരത്തിനുള്ള ജപം, മനസ്താപ പ്രകരണം. നമ്മൾ കുമ്പസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ അത്യാവശ്യം വേണ്ട 2 പ്രാർത്ഥനകളാണത്. അപ്പോൾ നമ്മൾ മനസ്താപ പ്രകരണം ചൊല്ലി വൈദികൻ നമുക്ക് കൽപ്പിച്ചു തരുന്ന പ്രായശ്ചിത്തം നമ്മൾ
ചെയ്ത് നമ്മൾ പാപങ്ങളെക്കുറിച്ച് നമ്മൾ പശ്ചാത്തപിക്കണം. ഈ പ്രായശ്ചിത്തം നമുക്ക് പല തരത്തിൽ നമുക്ക് ചെയ്യാം അല്ലേ? പ്രാർത്ഥനയായിട്ട് വൈദികൻ എന്ത് പ്രായശ്ചിത്തമാണോ നമുക്ക് നൽകുന്നത്, ആ പ്രായശ്ചിത്തം നമ്മൾ ചെയ്യണം. ചിലത് പ്രാർത്ഥനയാകാം, പരിത്യാഗ പ്രവൃത്തികളാകാം, നന്മ പ്രവൃത്തികളാകാം. അപ്പോൾ അത് നമ്മൾ ചെയ്ത് നമ്മുടെ പാപങ്ങൾക്ക് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യണം. ഇനി നമ്മൾ മനസ്തപിക്കണമെന്ന് പറഞ്ഞല്ലേ, പാപങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്തപിക്കണമെന്ന് പറഞ്ഞ് കുമ്പസാരത്തിൻ്റെ രീതി നമുക്ക് മനസ്സിലായി. ഈ മനസ്താപം 2 വിധത്തിലുണ്ട്. നിങ്ങൾ 3ാം ക്ലാസ്സിൽ 11ാമത്തെ പാഠത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പൂർണ്ണ മനസ്താപം, അപൂർണ്ണ മനസ്താപം. നിങ്ങൾ 3ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ പൂർണ്ണ മനസ്താപം എന്ന് പറഞ്ഞാൽ? നിങ്ങൾ 3ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അമിയക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ എന്താണ് പൂർണ്ണ മനസ്താപം? പൂർണ്ണ മനസ്താപം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി നമ്മൾ മനസ്തപിക്കുമ്പോൾ അത് പൂർണ്ണ മനസ്താപമാകുന്നു അല്ലേ? ദൈവത്തിനോട് അല്ലേ, ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ദൈവസ്നേഹത്തെ പ്രതി നമ്മൾ മനസ്തപിക്കുമ്പോൾ അത് പൂർണ്ണ മനസ്താപമാകുന്നു. അപ്പോൾ എന്താണ് അപൂർണ്ണ മനസ്താപം എന്ന് പറഞ്ഞാൽ? ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി അല്ലാതെ ഈശോ അല്ലേ, പിതാവായ ദൈവം നമുക്ക് നൽകുന്ന ശിക്ഷകളെ ഓർത്ത് ഭയന്ന് നമ്മൾ മനസ്തപിക്കും അല്ലേ? ശിക്ഷകളെ ഓർത്ത് ഭയന്ന് നമ്മൾ മനസ്തപിക്കുമ്പോൾ അത് അപൂർണ്ണ മനസ്താപമാണ്. അപ്പോൾ പൂർണ്ണ മനസ്താപം എന്താണെന്ന് മനസ്സിലായി, അപൂർണ്ണ മനസ്താപം എന്താണെന്ന് മനസ്സിലായി. എന്താണ് പൂർണ്ണ മനസ്താപം? ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി നമ്മൾ മനസ്തപിക്കുമ്പോൾ അത് പൂർണ്ണ മനസ്താപവും, ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി അല്ലാതെ ശിക്ഷകളെ ഭയന്ന് നമ്മൾ മനസ്തപിക്കുമ്പോൾ അത് അപൂർണ്ണ മനസ്താപവുമായി. അപ്പോൾ അനുരഞ്ജനം എന്ന കൂദാശയിൽ നമ്മൾ പറഞ്ഞു, അനുരഞ്ജനം എന്ന കൂദാശ പാപം മോചിക്കാനുള്ള അധികാരം ഈശോ അപ്പസ്തോലന്മാരെയാണ് ഏൽപ്പിച്ചതെന്ന് പറഞ്ഞല്ലേ? ഈ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളാണ് പാപ്പയല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളാണ് മെത്രാന്മാർ. ഈ മെത്രാന്മാരുടെ സഹകാരികളാണ് വൈദികർ. ഇവർ 2 പേരും, മെത്രാന്മാരും വൈദികരും, മെത്രാന്മാരെ അധികാരപ്പെടുന്ന വൈദികർക്കും മാത്രമാണ് കുമ്പസാരിപ്പിക്കാനുള്ള അധികാരമുള്ളത്. അപ്പോൾ നമ്മൾ കുമ്പസാരിക്കുമ്പോൾ നമ്മൾ നേരിട്ട് തന്നെ വൈദികരുടെ അടുത്ത് നേരിട്ട് തന്നെ നമ്മൾ കുമ്പസാരിക്കണം. ചിലരൊക്കെ പറയും ഈശോൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ, എന്തിനാണ് വൈദികരുടെ അടുത്ത് പോയി കുമ്പസാരിക്കണമെന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ഈശോൻ്റെ അടുത്ത് നേരിട്ട് പറയുമ്പോൾ നമുക്ക് പാപമോചനം അവിടെ ലഭിക്കുന്നുണ്ടോ? പാപം മോചിക്കാനുള്ള അധികാരം മെത്രാന്മാർക്കും മെത്രാന്മാർ വഴി അധികാരപ്പെടുത്തിയ വൈദികർക്കുമാണ് പാപം മോചിക്കാനുള്ള അധികാരം ഉള്ളത്. അപ്പോൾ നമ്മൾ നേരിട്ട് വൈദികരുടെ അടുത്ത് തന്നെ നമ്മൾ കുമ്പസാരിക്കണം, പാപമോചനം നമ്മൾ നേടണം. അപ്പോൾ ഇപ്പം നമ്മൾ പാപം ചെയ്തു എന്ന് പറഞ്ഞല്ലേ, ഇപ്പം നമ്മൾ കുമ്പസാരിക്കാതെ നമ്മൾ പാപത്തോടു കൂടെ തന്നെ മരിച്ചു പോവുകയാണെന്ന് വിചാരിച്ചോ. മരിച്ചു പോയാൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? നമുക്ക് സ്വർഗം കിട്ടുമോ? സ്വർഗം കിട്ടില്ല. നമ്മൾ നേരെ നിത്യനാശത്തിലേക്ക് നമ്മൾ നിബന്ധിക്കും അല്ലേ? നരകത്തിന് നമ്മൾ അർഹനായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാപം ചെയ്തു കഴിയുമ്പോൾ നമ്മൾ കുമ്പസാരിക്കണം. അതുപോലെ തന്നെ പ്രായശ്ചിത്തം ചെയ്ത് മനസ്താപ പ്രവർത്തികളൊക്കെ ചെയ്ത് സൽപ്രവർത്തികളൊക്കെ ചെയ്ത് കാരുണ്യപ്രവർത്തികളൊക്കെ ചെയ്ത് പ്രാർത്ഥനയൊക്കെ ചൊല്ലി നമ്മൾ മനസ്തപിക്കണം. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? അനുരഞ്ജനം എന്ന കൂദാശയുടെ ഫലങ്ങൾ പഠിച്ചു, കുമ്പസാരിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പഠിച്ചു, മനസ്താപം 2 വിധത്തിലുണ്ടെന്ന് പഠിച്ചു, പൂർണ്ണ മനസ്താപവും അപൂർണ്ണ മനസ്താപവും അല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ടീച്ചർ പറയട്ടെ, നമുക്ക് പ്രവർത്തനം വേണ്ട ഈ ആഴ്ചത്തെ അല്ലേ? ടീച്ചർ പറഞ്ഞു കുമ്പസാരത്തിനുള്ള ജപം അല്ലേ? ടെക്സ്റ്റിൻ്റെ ബാക്കിൽ കുമ്പസാരത്തിനുള്ള ജപം ഉണ്ടെന്ന് പറഞ്ഞു. ഈ കുമ്പസാരത്തിനുള്ള ജപം എല്ലാവരും നോട്ട്ബുക്കിൻ്റെ അകത്ത് എഴുതണം കേട്ടോ. എന്നിട്ട് എല്ലാവരും ആദ്യം നോക്കി എഴുതുക. പഠിക്കാൻ പറ്റുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ പഠിക്കാം. നമുക്ക് അത്യാവശ്യം പഠിക്കേണ്ട പ്രാർത്ഥനയാണത് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് എഴുതി നിങ്ങളുടെ ടീച്ചറിന് നിങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പോൾ കുമ്പസാരത്തിനുള്ള ജപം എല്ലാവരും പഠിക്കാനായിട്ട് പ്രത്യേകം ഓർക്കണം. എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം വേണ്ട പ്രാർത്ഥനയാണത്. അപ്പോൾ എല്ലാവരും തന്നെ കുമ്പസാരത്തിനുള്ള ജപം എഴുതി ടീച്ചറിന് അയച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ വേഗം. എല്ലാവരും എഴുന്നേറ്റ് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നിൽക്കുക. എൻ്റെ ഈശോയെ, പാപബോധത്തെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് മനസ്തപിക്കുമ്പോൾ ഞങ്ങളിലേക്ക് വന്നു ചേരുന്ന ഫലങ്ങളെക്കുറിച്ചും കുമ്പസാരിക്കേണ്ട രീതിയെക്കുറിച്ചും ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ,
പ്രായശ്ചിത്തം വഴി എന്നും അങ്ങയോടുകൂടി ആയിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.